ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നാളെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കാൻ പോണത് വേറൊന്നുമല്ല, ബാലൻ വീട്ടിലേക്ക് വരുവാണ്. അപ്പോ മീനാക്ഷിയും മിത്രയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ബാലൻ ചോദിക്കണ്ട, എന്ത് പറ്റി മക്കളെ, എന്താ എല്ലാരും എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതോ അച്ഛ ഒന്നും പറയണ്ട, ഇവിടെ ഒരു കോടതിന്ന് ഒരു പേപ്പർ വന്നായിരുന്നു, അനുമോൾക്കുള്ളതായിരുന്നു. ആണോ, എന്താ പേപ്പർ? അത് നാളെയാണ് കേസിന്റെ വിചാരണ, അലോകിന്റെയും മനുവിന്റെയും. അത് സംബന്ധിച്ചിട്ട് ഒരു കോടതിയിൽ ഹാജരാവേണ്ട ദിവസം പറഞ്ഞിട്ട് ഒരു പേപ്പർ വന്നതാണ്. അത് വന്നേ പിന്നെ അപ്പച്ചിക്കും മനുക്കും ഒരു സമാധാനമില്ല, ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എടോ ഗോമതി, താൻ എന്താടും ഇങ്ങനെ? താനാണ് നമ്മുടെ മോളെ ഒരു ധൈര്യശാലി അല്ലാതെ ആക്കിയിരുന്നത്, കണ്ടില്ലേ? അവൾ നല്ല സ്ട്രോങ് ആയിരുന്നു, ഞാൻ അവളെ സ്ട്രോങ് ആക്കിയിട്ട് ഇവിടുന്ന് പോയത്. പക്ഷെ താൻ ഓരോന്ന് പറഞ്ഞ് ടെൻഷൻ ആക്കിയിട്ട് ദേ മോളുടെ മുഖം കണ്ടില്ലേ, ആകെ ടെൻഷനായി പോയി അവൾക്ക്. എടോ തനിക്കോ കുറച്ചുകൂടി പക്വതയായിട്ട് സംസാരിച്ചോടോ, താൻ എന്തുകൊണ്ട് പേടിക്കണത്? കോടതിയിലിരിക്കുന്ന വക്കീലന്മാരും ജഡ്ജിമാരും ഈ പോലീസുകാരൊക്കെ നമ്മളെ പോലെ സാധാരണ മനുഷ്യന്മാരാണ്. ദേ താൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നമ്മുടെ അനുമോൾക്ക് വേണ്ടി നിയമത്തിന്റെ ഏതറ്റം വരെയും നമ്മൾ പൊരുതണം. എടോ നമ്മളെ കണ്ടിട്ട് വേണം, ഈ തലമുറയിൽ ഒരുപാട് അച്ഛനമ്മമാരുണ്ട് ഇപ്പോഴും മക്കള് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പോയി കഷ്ടപ്പെട്ടാലും അയ്യോ അവിടെ പോയി അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് മക്കളെ അവിടെ തന്നെ നിർത്തണവരെ. അവർക്ക് ഇതെങ്കിലും കണ്ടിട്ട് ഒരു പ്രചോദനം ആവട്ടെടോ. താൻ അങ്ങനെ വിചാരിക്കേ. ദേ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ മോളെ പോലെ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇതൊരു പ്രചോദനമാവണം. നമ്മളെ പോലെ മാതാപിതാക്കൾ മുന്നിട്ട് ഇറങ്ങിയിട്ട് വേണം അവരെ പെൺമക്കളെ രക്ഷിക്കാനായിട്ട്. എടോ താൻ അങ്ങനെ വിചാരിക്കടോ. മീനാക്ഷി പണ്ട് കണ്ടില്ല, അച്ഛൻ പറഞ്ഞതിൽ കാര്യമുണ്ട് അമ്മേ, അച്ഛൻ പറഞ്ഞത് ഒരിക്കലും തെറ്റില്ല, അത് 100% ഉറപ്പാണെന്ന് അമ്മക്കറിയാലോ. അപ്പൊ അച്ഛന്റെ തീരുമാനത്തിൽ അമ്മ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത്. ശരി ശരി, ഞാനായിട്ട് ഇനി ആരും ടെൻഷൻ അടിപ്പിക്കുന്നില്ല എന്ന് ഗോമതി പറയുന്നുണ്ട്. അങ്ങനെ തന്നെ വേണം എന്ന് പറയാണ്. രാവിലെ തന്നെ നമ്മുടെ ബാലൻ അനുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അതേസമയം രാജശ്രീ അച്യുതനാകെ ടെൻഷനായിട്ട് വിഷമിച്ചിരിക്കുമ്പോ അച്യുതന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അതെ അച്യുതേട്ട, നാളെയാണ് നമ്മുടെ അലോകിന്റെ കേസിന്റെ വിചാരണ. അനുവും ബാലനും ഒരിക്കലും നമ്മുടെ മോന് നല്ല രീതിയിൽ സംസാരിക്കില്ല, അവര് വളരെ മോശമായിട്ട് സംസാരിക്കും. നമ്മുടെ മോനെ നാളെ ജാമ്യം കിട്ടില്ലേ അച്യുതേട്ട? എനിക്കൊരു സമാധാനമില്ല. അവനെ ജയിലിൽ കിടത്താനുള്ള എന്തൊക്കെ പ്ലാൻ ഉണ്ടാക്കാവോ ആ പ്ലാനൊക്കെ ഉണ്ടാക്കും അപ്പുറത്തെ ബാലൻ. നമ്മുടെ അടുത്തുള്ള ശത്രുത എല്ലാം തീർക്കാൻ പോണത് അയാൾ ഇതിലൂടെ ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാക്കാച്ചുതേട്ടാ, ഞാൻ എന്തുണ്ടാക്കാനാ എന്നൊക്കെ പറയാണ്. ഒരു വഴിയുണ്ട്, അമ്മേനെ കൊണ്ട് ബാലനോട് സംസാരിപ്പിക്കാം എന്ന് അച്യുതൻ പറയാണ്. അങ്ങനെ നമ്മുടെ ഇന്ദിര അമ്മേനെ വിളിക്കുന്നുണ്ട്. അമ്മക്കറിയാലോ, നമ്മുടെ അലോകിന്റെ ജീവനും ഇപ്പോ അനുവിന്റെ വാക്കുകളിലാണ്. അനു നാളെ കോടതി പറയുന്ന വാക്ക് പോലെ ഇരിക്കും അലോകിന് ജാമ്യം കിട്ടണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കണത്. അമ്മ ഒന്ന് ബാലനെ കണ്ട് സംസാരിക്കണം. ഞാൻ സംസാരിക്കാടാ, എന്റെ കൊച്ചുമകൻ അലോക്, അവനെ വീട്ടിൽ ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശി അമ്പലത്തിലേക്ക് പോകണം ബാലനെ കാണാൻ വേണ്ടി. ബാലനെ അമ്പലത്തിൽ പോകണം മുത്തശ്ശി കാണുന്നത് കൊണ്ടിട്ടാണ് മുത്തശ്ശിയും പോണ കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയ ബാലനെയും കാത്ത് മുത്തശ്ശി അമ്പലത്തിന് മുറ്റത്തന്നെ നിൽപ്പുണ്ട്. ബാല എന്ന് പറഞ്ഞ് വിളിക്കാണ്. അമ്മേ എന്ന് പറയുമ്പോഴേക്കും, ബാല ഞാൻ നിന്നോട് ഒരു അപേക്ഷയായിട്ട് വന്നതാണ്, എനിക്ക് മനസ്സിലായമ്മേ. അലോകിനെ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? വേണ്ടമ്മേ, അലോകിന് വേണ്ടി അമ്മ എന്നോട് സംസാരിക്കല്ലേ. നോക്ക്, എന്റെ മകൾ അനുശ്രീ അനുഭവിച്ചതൊന്നും അമ്മക്ക് മനസ്സിലാവില്ല. അവളൊരു പെൺകുട്ടിയല്ലേ, അമ്മയുടെ കൊച്ചുമകൾ തന്നെയല്ലേ അവളും. അതുകൊണ്ട് അവൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കണമേ. അവക്ക് മാത്രല്ല, നമ്മൾ നിന്ന് അലസരായി പോവാൻ പാടില്ലമ്മേ. നമ്മുടെ സമൂഹം അമ്മ കാണുന്നതല്ലേ. അപ്പോ നമ്മളെ പോലുള്ള മാതാപിതാക്കൾ നമ്മുടെ പിള്ളേരെ കൈവിട്ട പിന്നെ ബാക്കിയുള്ളത് പറഞ്ഞിട്ട് എന്താമേ കാര്യം? നാളെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിക്കാനെ, അയ്യോ എന്റെ മോൾ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഇങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് അമ്മ ഈ കാര്യത്തിൽ എന്നോട് ക്ഷമിക്കണം, എന്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിൽക്കുള്ളൂ എന്ന് ബാലൻ ഒറ്റ വാചകത്തിൽ പറയാണ്. നമ്മുടെ മുത്തശ്ശിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കണ ആനന്ദിനെയാണ്. ആനന്ദ് വീട്ടിലിങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കണേ. കാരണം ഉദയഭാനു കടയിൽ എത്തിയത് ആനന്ദ് അറിഞ്ഞു. അപ്പൊ ആനന്ദ് വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കാണ്. അപ്പൊ നോക്കുമ്പോ കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട് നമ്മുടെ ദേവി എന്തോ സാധനം എടുക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് പോകുമ്പോ ഉദയഭാനു മേശവരിപ്പ് തുറക്കണതും അതില് പണം ഇങ്ങനെ തപ്പണതും എല്ലാം തന്നെ ക്യാമറയിൽ വന്നിട്ടുണ്ട്. പക്ഷെ പണം എടുക്കണത് അപ്പോഴും ഇല്ല. അപ്പൊ ആനന്ദ് ഇങ്ങനെ, ഇയാള് പണം എടുക്കണത് കാണുന്നില്ലല്ലോ, ഇനി പണം ഇല്ലാത്തത് കൊണ്ടാണോ, അത് ആരെങ്കിലും കണ്ടപ്പോൾ അയാൾ നിർത്തിയതാണോ അത് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് ആനന്ദ്. അപ്പൊ ദേവി ഇങ്ങനെ ആനന്ദിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ഭാഗമാണ് പ്രൊമോയില് കാണിച്ചിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.